ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ വൈകുന്നേരം ഇപ്പം പാല് വന്നപ്പം ചായ ഇടാനായിട്ടെല്ലാം വെച്ചിട്ട് സിങ്കിനകത്ത് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയതായിട്ടിടുന്ന വീഡിയോകളാണ്. നമ്മളങ്ങോട്ട് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ. അന്നേരം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ അറിയത്തുമില്ല, ആദ്യമായിട്ടൊക്കെ എടുക്കുന്നതാണ്, അതിൻ്റെ എല്ലാ പോരാഴികയുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പാത്രം കഴിക്കൊണ്ട് ഇന്നിപ്പം 2 പേരും അടുത്ത് വന്നിപ്പുണ്ടേ. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ പാത്രം കഴുക്കെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി നമ്മൾ മിറ്റം തൂക്കുകയാണ്. നമ്മുടെ മുറ്റത്ത് കടൽ മണ്ണാണ് കിടക്കുന്നത്. ഇവിടെ എല്ലായിടത്തും അങ്ങനത്തെ മണ്ണ് തന്നെയാവും. ഭയങ്കര പൊടിയാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങ് പൊടിയാവും. പിള്ളേരൊന്നും വീണാലൊന്നും മറ്റേ കല്ലിനകത്ത് വീഴുന്ന പോലുള്ള പരിക്കുകളൊന്നും വരത്തില്ല. പക്ഷേ ഇത് പൊടിയും കൊണ്ടുള്ള അസുഖങ്ങളെല്ലാം പിള്ളേർക്ക് പെട്ടെന്ന് വരും. ഈ ചൂടാകുമ്പം കാറ്റും കൂടെ അടിക്കുമ്പോൾ ഈ മണ്ണ് ഭയങ്കരമായിട്ട് അങ്ങ് പറക്കും. അങ്ങനെ നമ്മുടെ പെരയ്ക്കകത്തും എല്ലാം അങ്ങ് പൊടിയായി, എപ്പോഴും അങ്ങ് പൊടിയായി. നമ്മൾ തൂത്തും തുടച്ചാലും കതകയിലൊക്കെ തൊട്ട് നോക്കിയാലേ ഭയങ്കര പൊടിയങ്ങ്. അങ്ങനെ തൂത്തോണ്ട് അങ്ങോട്ട് ചെന്നപ്പം നോക്കിയപ്പം വെള്ളമുണ്ട്. ഇത് നമ്മുടെ ജലനിധി വെള്ളമാണ്. എല്ലാ ദിവസവും വെള്ളം വരും ഇപ്പം. പക്ഷേ വന്നാലും ഒത്തിരി നേരമൊന്നുമില്ല, കുറച്ച് നേരമേ നിൽക്കത്തുള്ളൂ, എന്നിട്ടങ്ങ് പോകും. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വെള്ളമുണ്ട്. ഇപ്പം ചുമ്മാ നോക്കിയപ്പം വെള്ളമുണ്ട്. എന്നെങ്കിൽ എല്ലാ ചെടിക്കും അങ്ങ് ഒഴിച്ചേക്കാമെന്ന് ഓർത്ത് വെച്ചതാണ്. ഇനി ചൂട് കൂടുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് വെള്ളം 2 ദിവസം കൂടുമ്പോഴും 3 ദിവസം കൂടുമ്പോഴും ഈ പൈപ്പ് വരത്തുള്ളൂ. പിന്നെ നമുക്ക് കിണറുണ്ട്, പക്ഷെ കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര കളറായി. ഇപ്പോഴും നമുക്ക് എടുക്കുന്ന വെള്ളത്തിന് കളറാണ്. അതുകൊണ്ട് പക്ഷേ ജലനിധി വെള്ളം നല്ല വെള്ളമാണ് വരുന്നത്. അങ്ങനെ തൂത്ത് പുറകിലോട്ട് എന്നപ്പം ഇന്നലത്തെ തുണിയെല്ലാം വെളിയിൽ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് അങ്ങ് വെച്ച് എന്നിട്ട് വന്ന് എല്ലാ ചെടിക്കും നല്ലതായിട്ട് നനയ്ക്കും. ഇനി നാളെ വെള്ളമില്ലെങ്കിൽ നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാത്തിനും നല്ലതായിട്ട് അങ്ങ് വെള്ളം ഒഴിക്കും. ഉള്ളപ്പോഴല്ലേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നല്ലതായിട്ട് അങ്ങ് ഒഴിക്കുവേ. ഇതിൻ്റെ വേറൊരു കളറാണ് അപ്പുറത്ത് നിൽക്കുന്നത്, ഇച്ചിരി ലൈറ്റ് കളറാണ്. ഇതാണെന്നോർത്ത് ചെന്ന് മേടിച്ചതാണ്, പക്ഷേ കളറ് മാറിപ്പോയി. ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചെടി വിരിഞ്ഞ് മൊത്തം അങ്ങ് പൂ പോകാറായി. എന്നാൽ അതിൻ്റെ ഒരു കമ്പ് മാറ്റി കുത്തിവെച്ച് അത് പിടിച്ചിട്ടുണ്ട്. ആ ചട്ടിക്കകത്ത് തന്നെ 2 പയറും വിത്തും നിൽപ്പുണ്ട്, അതും നല്ലതായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ പുറകിൽ പാകിയിരിക്കുന്ന പയറൊന്നും വലിയ ഗുണമില്ലാത്ത പോലെ നിൽക്കുക. അങ്ങനെ പുറത്തെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് അകത്ത് വന്ന് തൂരും തൊടയുവാണ്. ഇനി നമുക്ക് നമ്മുടെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിലൊന്ന് തൊഴാൻ പോകണം. ഒത്തിരി ദിവസമായി പോയിട്ട്. അന്നേരം അവിടെ ഉത്സവത്തിനൊക്കെ തുടക്കം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നൊന്ന് പോയി തൊഴാവുന്നോർത്തിരിക്കുക. നമ്മൾ കുറച്ച് മുമ്പ് ഒന്ന് തൂത്ത, ഈ പൊടിയുടെ ശല്യം കാരണം എപ്പോഴും തൂത്തിരിക്കണം. വെള്ളം ഒഴിച്ചാലും മുറ്റത്ത് വെള്ളം ഒഴിച്ചിട്ടും വലിയ കാര്യമില്ല, ആ ചൂടത്ത് ഒന്നും ഒരു ഫലവും ഇല്ല അതിന്. അന്നേരം ഞാൻ നോക്കിയപ്പോഴത്തേന് ആ പുറകിലത്തെ വെട്ടമാണ് ശരിക്കും അടിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കഥ അങ്ങ് തൂത്ത് വാരിട്ട് എന്ന് അടയ്ക്കുവേ. ഇപ്പോഴൊന്നും അറിയുന്നില്ല ഈ വെട്ടം അടയ്ക്കുന്ന കാര്യം, പിന്നെ ചെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത്. ഒത്തിരി നമുക്ക് വൃത്തിയാക്കാനൊന്നുമില്ല. ഈ ഒരു മുറി, ഇപ്പുറത്തൊരു മുറി, ഒരടുക്കള, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ വാടകയ്ക്ക് ഉള്ള വീടാണ്. അങ്ങനെ തൂത്തും വാരി തുടയ്ക്കുകയും ചെയ്ത്. തുടയ്ക്കുന്നൊന്നും വീഡിയോ കിട്ടിയിട്ടില്ല, ഇപ്പം നോക്കിയപ്പോഴാണ് ഇതൊന്നും ഇല്ലെന്നറിയുന്നത്. അങ്ങനെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ 3 പേരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുവാണ്. ഞാനും 2 പിള്ളേരും കൂടെ. അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ അവിടെ ഒരു ഓട്ടോ കിടക്കുന്നു. ഈ ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടം ഓട്ടോയെ കയറി പോകുന്നത്. ഒരു ഓട്ടോ കാണാൻ മേല, അവിടെ ഒരു ഓട്ടോ കിടപ്പുണ്ട്. ഓട്ടോയിൽ കയറി പോകാമെന്ന് പറഞ്ഞാൽ ഈ വാശി കാണിച്ച് നിൽക്കുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് പുള്ളി, എന്നിട്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ അങ്ങ് നടക്കുക. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു കണിക്കൊന്ന നിൽക്കുന്നത്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതാണേ നമ്മുടെ അമ്പലമേ. അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് തൊട്ടിപ്പുറം മാറി ഇതൊരു കാവാണ്, പണ്ടത്തെ ഒരു കാവാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. പക്ഷെ അവിടെ ഇപ്പോഴും വിളക്ക് ഇത് കത്തിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നല്ല രസം, അങ്ങോട്ട് നോക്കിയിട്ട് ഒരു പ്രത്യേക ഐശ്വര്യമാണ്. ഇതിലേക്കൂടെ അങ്ങോട്ട് വളഞ്ഞു ചെല്ലുന്ന നമ്മുടെ അമ്പലത്തിലോട്ട് പോകും. അമ്പലത്തിൽ ഇന്നലെ മുതൽ ഉത്സവത്തിൻ്റെ ആരംഭം ആയിട്ടുണ്ട്.
ഇത് അറയ്ക്കൽ ദേവീക്ഷേത്രമാണ്, ഭദ്രകാളി ദേവിയുടെ അമ്പലമാണ്. ഈ മരത്തിൻ്റെ തൊട്ടിപ്പുറത്തൊരു കളത്തട്ട് കണ്ടോ? ഈ കളത്തട്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ അവിടെ കോട്ടയം ഞങ്ങളുടെ ആ ഭാഗത്ത് അമ്പലങ്ങളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കോട്ടയത്ത് വേറെ വല്ലയിടത്തും ഉണ്ടോ എന്നറിയത്തില്ല. ഞാൻ കണ്ട അമ്പലങ്ങളിലൊന്നും ഇതില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാ അമ്പലങ്ങളിലും നോക്കിയാലും ഇങ്ങനത്തെ ഒരു കളത്തട്ട് കാണും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴും ഇത് കണിക്കൊന്ന നല്ല രസമാണ് കാണാൻ. നല്ല ഇങ്ങനെ ഫോട്ടോയ്ക്കകത്ത് കാണുന്നതിനേക്കാളും ഭംഗിയാണ് കണിക്കൊന്നപ്പൂ നിൽക്കുന്നത് കാണാം. പക്ഷേ ഇപ്പം എല്ലായിടത്തും ഉണ്ട്, എവിടെ നോക്കിയാലും കൊന്നപ്പൂവാണ്. വിഷുവിൻ്റെ സമയമാകുമ്പോൾ ഒറ്റ പൂ കാണത്തില്ല. വില കൊടുത്ത് മേടിക്കാൻ നോക്കിയാലും അന്നേരവും പൂ കാണത്തില്ല. അതാ അവസ്ഥ. അങ്ങനെ വീട്ടിൽ തിരിച്ച് വന്നിട്ട് നമ്മൾ പാത്രമൊക്കെ ഒന്നും കൂടെ എല്ലാം തൂത്തുവാരി, ചായ കുടിച്ച പാത്രം കിടപ്പുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ നമ്മളിത് വിളക്ക് കത്തിക്കുവാണേ. ഒരു 5:30 ആയപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി. 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വരുകയും ചെയ്ത്. അങ്ങനെ വിളക്ക് കത്തീരും കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടത്തവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പെരയ്ക്കകത്ത് തന്നെ ഇരിക്കുമല്ലേ ഏത് നേരം. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ചേട്ടായി വന്നപ്പോൾ ഇന്ന് നമുക്ക് കറിക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഉള്ള ഇന്നലത്തെ തലേദിവസത്തെ കറി എല്ലാം കൂടെ വെച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്ത്. അന്നേരം വിളിച്ചപ്പോൾ ഞാൻ കറിയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം മീൻ മേടിക്കാനാണ് പറഞ്ഞത്. അന്നേരം പെരുന്നാളായ കാരണം മീൻ കച്ചവടമൊന്നും പെരുന്നാളിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞില്ല നമുക്കിവിടെ. അന്നേരം കയറി കമ്പോളത്തിലൊക്കെ നോക്കിയിട്ടും മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ എന്നോട് പറഞ്ഞെങ്കിൽ തേങ്ങാ ചമ്മന്തി അരയ്ക്കാം, മുട്ടയും കൂടെ പൊരിക്കാമെന്ന് പറഞ്ഞ് മുട്ടയെല്ലാം മേടിച്ചുകൊണ്ട് വന്നേ. അന്നേരം ഇളയാൾ പകൽ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഈ സമയമാകുമ്പം നല്ലതായിട്ട് കയറി കിടന്ന് ഉറങ്ങും. അതിന് പിന്നെ പെട്ടെന്ന് ഞാൻ ചമ്മന്തി അരച്ച് മുട്ട പൊരിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊടുത്തു വിട്ട കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, ഉണക്കപ്പാവയ്ക്ക. അന്നെങ്കിൽ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. പക്ഷേ ഈ പ്രാവശ്യത്തെ പാവയ്ക്ക നല്ല പാവയ്ക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു വിട്ടതിനകത്ത് ചെറിയൊരു കയ്പുണ്ടായിരുന്നു. ഇത് പാവയ്ക്ക നല്ല പാവയ്ക്കായിരുന്നു, കയ്പേ ഇല്ല, നല്ല ഇതായിരുന്നു. അതും ഒന്ന് വറുത്തെടുക്കാം, പുറകെ മുട്ടയും കൂടെ പൊരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. ഈ പാവയ്ക്ക തപ്പിക്കൊണ്ടിരിക്കും, എന്ത് ചെയ്യുന്നത് കണ്ടില്ല. അങ്ങനെ പാവയ്ക്ക നമ്മൾ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അത് മൂത്ത് വരും, പെട്ടെന്ന് കരിഞ്ഞും പോവും. ഇവിടെ പിള്ളേർ 2 പേരും ഈ പാവയ്ക്കയും കൂട്ടും കേട്ടോ. നേരത്തെ ഒന്നും ഇത് ഞങ്ങൾ ആരും കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറേ ആയിട്ട് ഇത് കഴിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇളയാക്കുള്ള മുട്ടയും കൂടെ ശരിയാക്കുക. ഇളയാക്ക് മുട്ട ഇടുമ്പോൾ അതിനകത്ത് ഉള്ളിയും ഒന്നും ഇടരുത്, ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ളി ഉള്ളിടം എല്ലാം പിച്ചി കളയണം, അല്ലാതെ അവൻ കഴിക്കത്തില്ല. അന്നേരം ഞാൻ ആ പാവയ്ക്ക മൂത്ത് പോയതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നേ. എൻ്റെ ലൈറ്റർ വർക്കാവുന്നില്ല. പിന്നെ പെട്ടെന്ന് തീപ്പെട്ടി എടുത്ത് ഉരച്ച് കത്തിച്ച് മുട്ട ശരിയാക്കുക. ഉണ്ണിയായിട്ട് പൊട്ടാതെ കിടക്കുന്നവന് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ഉണ്ണി ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം. അങ്ങനെ 2 പേർക്കും. അന്നേരം ഞാനിപ്പോൾ മൂത്ത ആളോട് ചോദിച്ചു, നേരം അയാൾക്കും ഇതുപോലെ തന്നെ മതി, ഉള്ളി 1 2 പറഞ്ഞ്. അന്നേരം ഇത് അവരും കൂടെ പെട്ടെന്നുണ്ടാക്കുവാണേ, 2 പേർക്കും കൂടെ പെട്ടെന്നുണ്ടാക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഈ വീഡിയോ കണ്ട എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റും ഷെയറും എല്ലാം ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഇത് പിന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ മൂത്തയാൾക്ക് ഉണ്ടാക്കുവാണേ. അവന് ഇപ്പം ചോറ് വേണ്ടെന്ന് പറഞ്ഞ് ഇപ്പം വന്ന് പറഞ്ഞ് എനിക്കും കൂടെ ഒന്നെങ്കിൽ ഇളയാടെ അവൻ്റെ കൂടെ തരാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് അവനും കൂടെ ഉണ്ടാക്കിയെടുക്കുവാണേ. ഇതിപ്പോൾ ഉണ്ണി പൊട്ടിച്ച അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പം ചോറും പാത്രത്തിൽ 2 പേർക്കും ഒരുപോലെ അല്ലെങ്കിൽ അടി നടക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ണിയും കൂടെ പൊട്ടിച്ച് നമ്മൾ. പിന്നെ മുട്ടയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചോറെടുക്കുവാണേ. ഇപ്പം കേൾക്കുന്നതേ നമ്മുടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവം നടക്കുന്നെന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ആ പാട്ടൊക്കെയാണേ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.